മൈ കേരള ടൂറിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണവിരുന്നും മികച്ച ഹോസ്പിറ്റാലിറ്റികൾക്കുള്ള പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഹോസ്പിറ്റാലിറ്റി പുരസ്കാരങ്ങൾ നൽകി. 2018 ആരംഭിച്ച മൈ കേരള ടൂറിസ്റ്റ് അസോസിയേഷനിൽ ടൂറിസം രംഗത്തെ 600ഓളം അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്ന പ്രോപ്പർട്ടികൾക്കുള്ള പുരസ്കാരങ്ങളാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയത്. 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, ഹോം സ്റ്റേ, റിസോർട്ട്, സർവീസ് വില്ല, സർവീസ് അപ്പാർട്ട്മെന്റ്, ലീഡർഷിപ്പ് എന്നീ കാറ്റഗറികളിലാണ് അവാർഡുകൾ നൽകിയത്. കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തുന്നത് പോലെ അവിടെ നിന്ന് കേരളത്തിലേക്കും വിനോദസഞ്ചാരികളെ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് MKTA അസോസിയേഷൻ പ്രസിഡന്റ് ദിലീപ് പറഞ്ഞു. പരിപാടിയിൽ മലേഷ്യയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് എത്തിയതിന്റെ സന്തോഷവും ദിലീപ് പങ്കുവച്ചു. ഇഷ്ടംപോലെ മലയാളികൾ മലേഷ്യ കാണാനായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് അതിനകത്ത് 10% ആൾക്കാർ പോലും വരുന്നില്ല ആ ഫ്ലൈറ്റിൽ. അതേപോലെ തന്നെ തായ്ലൻഡിലേക്ക് ഡെയിലി 2 ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ തായ്സ് ആരും ഇങ്ങോട്ട് വരുന്നില്ല. നമ്മുടെ ഈ പ്രോഗ്രാം ഇന്നിവിടെ നമ്മൾ തായ്ലൻഡിലുള്ള കുറേ വ്ളോഗേഴ്സും ഫിലിം സ്റ്റാർസും പങ്കെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അത് ബെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന തായ്ലൻഡ് DMC ആണ് അവരെ ഇനിഷ്യേറ്റീവ് എടുത്ത് പൈസ മുടക്കി അവരെ ഇവിടെ കൊണ്ടുവന്ന് കേരള ടൂറിസം മൂന്നാർ, തേക്കടി, വാഗമണിലെല്ലാം കൊണ്ടുപോയി അവർക്ക് ഇതെന്താണ് ഇവിടെ കേരളത്തിൽ നമുക്ക് ടൂറായിട്ട് കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ അവരെ കാണിച്ച് അവരുടെ പേജിലൂടെ പ്രൊമോട്ട് ചെയ്ത് മാക്സിമം തായ്സിനെ ഇവിടെ നമ്മൾ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 10-12ഓളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള അവിടെയുള്ള മാക്സിമം പ്രൊമോട്ടേഴ്സിനെ വെച്ച് നമ്മുടെ കേരള പാക്കേജ് മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ആണ് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത്. റിസോർട്ട് കാറ്റഗറിയിൽ പുരസ്കാരം കരസ്ഥമാക്കിയത് വാഗമണിലെ ഓറഞ്ച് വാലി റിസോർട്ടാണ്. രണ്ടാം തവണയാണ് പുരസ്കാരം ലഭിക്കുന്നതെന്നും പുരസ്കാരം വാഗമണിന് കിട്ടിയ അംഗീകാരമായി കാണുന്നുവെന്നും ഓറഞ്ച് വാലി റിസോർട്ട് MD ബിജു തോമസ് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊരു വാഗമണിന് തന്നെ ഒരു വലിയ അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാഫുകളുടെ നല്ല സർവീസും അവരുടെ കഷ്ടപ്പാടിനുള്ള ഒരു അംഗീകാരമാണ് ഈ കിട്ടിയിരിക്കുന്നത്. അതിയായ സന്തോഷം. ഓറഞ്ച് വാലി പ്രതിനിധി വിവേകും പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷം കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു. വാഗമൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അൺനോൺ ഏരിയയാണ്. അപ്പോൾ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഓറഞ്ച് വാലിക്ക് തന്നെ അവാർഡ് 2ാമത്തെ തവണ കിട്ടിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.